കേരള ചരിത്രത്തിൽ വള്ളുവനാടിൻ്റെ ആസ്ഥാനമെന്ന സ്ഥാനം രേഖപ്പെടുത്തിയ മലപ്പുറം ജില്ലയിലെ സജീവ പട്ടണമാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ദേശത്തെ വികസന കാഴ്ചകളുമായി നവകേരളം നവമുന്നേറ്റം. ചരിത്ര പ്രാധാന്യമേറെയുള്ള പെരിന്തൽമണ്ണയ്ക്ക് ചുറ്റിലും കാലങ്ങൾക്ക് മുന്നേ തന്നെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന ഗ്രാമങ്ങൾ സജീവമായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. വടക്ക് ഭാഗത്ത് അങ്ങാടിപ്പുറം വെട്ടത്തൂർ പഞ്ചായത്തുകളും കിഴക്ക് ഭാഗത്ത് താഴേക്കോട് ആലിപ്പറമ്പ് പഞ്ചായത്തുകളും തെക്ക് ഭാഗത്ത് ഏലംകുളം പഞ്ചായത്തും പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്തുമാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ അതിരുകൾ. ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലവും EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലമായ ഏലംകുളവും പെരിന്തൽമണ്ണയ്ക്കടുത്താണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ ആലിപ്പറമ്പ്, ഏലംകുളം, പുലാമന്തോൾ, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. 1957 നിലവിൽ വന്ന മണ്ഡലത്തിലെ നിലവിലെ പ്രതിനിധി നജീബ് കാന്തപുരമാണ്. നാലകത്ത് സൂപ്പി, പാലൊളി മുഹമ്മദ് കുട്ടി എന്നിങ്ങനെ മുൻ മന്ത്രിമാർ പ്രതിനിധികളായിരുന്ന ചരിത്രവും പെരിന്തൽമണ്ണ മണ്ഡലത്തിനുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 വർഷക്കാലം പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എനിക്കേറെ അഭിമാനത്തോടു കൂടി പറയാൻ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനമായും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധിക തലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ നാട് മാറുന്നതുമായി ബന്ധപ്പെട്ട വളരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ സാധിച്ചു എന്നത് അഭിമാനമായി കാണുകയാണ്. പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അവരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചും പ്രവർത്തിക്കാനുമാണ് 4 വർഷക്കാലം ഞാൻ കഠിനമായി അധ്വാനിച്ചത്. അവരുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവർക്ക് വലിയ സ്വപ്നങ്ങൾ നൽകാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും വിധം അവർക്ക് ഒരു ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാണിജ്യ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വൻ കുതിപ്പ് കാഴ്ചവയ്ക്കുന്ന പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയാണ്. ആശുപത്രികളുടെ നാടെന്ന വെളിപ്പേരുള്ള പെരിന്തൽമണ്ണയിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ മാതൃകാ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ എത്രമാത്രം ജനാരോഗ്യ വികസന ആശയങ്ങൾ നടപ്പാക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രിയായ EMS സ്മാരക ആശുപത്രി പെരിന്തൽമണ്ണയുടെ അഭിമാനമായി തുടരുന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാമന്തോൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നക്കാവ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിക്കോത്ത്, PTM ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മണ്ഡലത്തിലെ വികസനവും സാക്ഷരതാ പ്രാധാന്യവും പ്രകടമാക്കുന്നു. സ്കൂളുകളുടെ വികസന കാര്യത്തിൽ, പ്രത്യേകിച്ചും LP സ്കൂളുകൾ അടക്കമുള്ള വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഓരോ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിരവധി വിദ്യാലയങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാര LP സ്കൂള്, താഴേക്കോട് സ്കൂള്, തേലക്കാട് സ്കൂള്, അതുപോലെ നിരവധി സ്കൂളുകൾ അങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്
ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ക്രിയ IAS അക്കാഡമിയാണ്. ആദ്യത്തെ വർഷം തന്നെ 100 കുട്ടികളിൽ നിന്ന് 9 കുട്ടികളെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പ്രാപ്തമാക്കിക്കൊണ്ടാണ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത്. രണ്ടാമത്തെ വർഷമായപ്പോൾ 9 നിന്ന് 100 കുട്ടികളിൽ നിന്ന് 19 കുട്ടികൾ ക്രാക്ക് ചെയ്തു. ഗൂഡല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്കും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഗതാഗത സൗകര്യം ഏറെ പ്രശംസനീയമാണ്. മികച്ച റോഡുകൾ സ്വന്തമാക്കിയെടുത്ത മണ്ഡലത്തിൽ കൂടുതൽ ജനങ്ങളെ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് മികവാർന്ന ഗതാഗത സൗകര്യങ്ങളാണ്. തീർച്ചയായും ഞാൻ ഇവിടെ MLA ആയി വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ചെമ്മാണിയോട് ബൈപ്പാസ് ആയിരുന്നു. അന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ആ റോഡിനെ കുറിച്ചുള്ള പത്രവാർത്തകളാൽ നിറഞ്ഞൊരു കാലമായിരുന്നു. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതെയായി തീർന്ന ഒരു സമയമായിരുന്നു. ആളുകൾക്കെല്ലാം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ചെമ്മാണിയോട് റോഡ് പൂർത്തിയാക്കുക എന്നുള്ളത്. അന്ന് കോവിഡ് കാരണം 1 കോടി രൂപ മാത്രം MLA-മാർക്ക് അനുവദിച്ചിരുന്ന ഘട്ടത്തിൽ ആദ്യ വർഷത്തിലെ മുഴുവൻ തുകയുടെയും പകുതിയായ 50 ലക്ഷം രൂപ ചെമ്മാണിയോട് ബൈപ്പാസിന് നീക്കിവെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ 50 ലക്ഷം കൂടി ബഹുമാനിയായ പ്രസിഡന്റ് MK റഫീഖയുമായി ചേർന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ചെമ്മാണിയോട് റോഡിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. നമ്മുടെ നാട്ടിലെ പല ചെറിയ റോഡുകളുടെയും പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ ഒരു 4 വർഷക്കാലത്തിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ വലിയ റോഡുകൾ ഏറ്റെടുക്കുന്നതെല്ലാം അത് സമ്പൂർണ്ണമായും പരിഹരിക്കപ്പെടണം എന്ന നിലയിലാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. മേലാറ്റൂരിൽ ഇത്തരമൊരു വലിയ ആവശ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പരിഹരിക്കാൻ കഴിഞ്ഞു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മണലായ മുതുകുരിശി റോഡിലെ പ്രശ്നമായിരുന്നു. ഇതേപോലെ ആളുകൾക്ക് ഒട്ടും നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ അന്ന് ബഹുമാന്യനായ മഞ്ഞളാംകുടി അലി സാഹിബിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ നടക്കാതെ പോയ ഒരു സമയത്ത് അത് പൂർണ്ണമായും സഫലമാക്കിക്കൊണ്ട് മണലായ റോഡിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായും ടാറിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചു. രണ്ടാമത് മണലായ മുതുകുരിശി റോഡ് പൂർണ്ണമായും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബൈപ്പാസായി മാറും എന്നതുകൊണ്ട് തന്നെ 5 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് സമ്പൂർണ്ണമായും ആ റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആലിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പള്ളിക്കുന്ന് കാമ്പ്രം റോഡിൻ്റെ പ്രവൃത്തി 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം ചെയ്തു. പാറക്കണ്ണി റോഡിൻ്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു, അത് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നിരവധി റോഡുകൾ, ഇപ്പോൾ താഴെക്കോട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉള്ള റോഡായിരുന്നു പുത്തൂർ റോഡ്. പുത്തൂർ റോഡിന് 2 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിൽ നഗരസഭയുടെ പ്രവർത്തന രംഗത്ത് പലതരത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫണ്ട് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചാണ് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കക്കൂത്ത് ടൗൺ ഹാൾ ബൈപ്പാസാണ്. അത് മാഡ് റോഡിൽ നിന്ന് വരുന്ന നമ്മുടെ വാഹനങ്ങൾ മുഴുവനും ഇപ്പോൾ ഈ വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. 2 കോടി രൂപ അനുവദിച്ചു, അത് പൂർത്തിയായി. ഇപ്പോൾ 1 കോടി രൂപയും കൂടി അനുവദിച്ചുകൊണ്ട് അത് സമ്പൂർണ്ണമായും ആ ഹൈവേ പൂർത്തിയാവുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപഖ്യാതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡ് പട്ടാമ്പി റോഡാണ്. പട്ടാമ്പി റോഡിൻ്റെ പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ MLA ആകുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. പക്ഷേ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, നിരവധി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് ഒടുവിൽ പട്ടാമ്പി റോഡ് ആ കോൺട്രാക്ടറിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റി അതിൻ്റെ പ്രവൃത്തിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 1 കോടി രൂപ കൂടി പാസ്സാക്കി. ഇപ്പോൾ പുളിങ്കാവ്, ചെറുകര ഗേറ്റ്, ചില്ലീസ് ജംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ മേലാറ്റൂർ, ഉച്ചാരക്കടവ് ഭാഗങ്ങളിൽ
റെയിൽവേ ഗേറ്റിൻ്റെ പരിസരം ഉൾപ്പെടെ പൂർണ്ണമായും ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രാഫിക്കബിൾ റോഡായി അത് മാറിയെങ്കിലും നമ്മൾ ബാക്കി വരുന്നത് 140 കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നു. അതിൽ പകുതിയോളം വർക്കാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി നടന്നത്. ബാക്കി തുക കൂടി കൂട്ടി 125 കോടിയുടെ പുതിയ പ്രപ്പോസൽ കൊടുത്തു. പുതിയൊരു ടെൻഡറിലേക്ക് പോവുകയാണ്. അത് ടെൻഡർ കഴിയുന്നതോടുകൂടി ശാശ്വതമായി ആ റോഡുകളുടെ പരിഹാരമുണ്ടാകും. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഇപ്പോൾ നമ്മൾ അത് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തീർത്തും ജനസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ സജീവമായി നിലകൊള്ളുന്ന മലപ്പുറം ജില്ലയിലെ പ്രധാന പ്രദേശമായ പെരിന്തൽമണ്ണയിലെ പൊതു ഇടങ്ങളും പൊതുകേന്ദ്രങ്ങളും ജനസുരക്ഷ തീർക്കുന്നത് മണ്ഡലത്തിൽ സമയോചിതമായ സർക്കാർ മേൽനോട്ടങ്ങൾ ഫലം കാണുന്നതിന്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വരുമ്പോൾ അടഞ്ഞുകിടന്ന കൊടികുത്തിമല നമുക്കെല്ലാവർക്കും അറിയാം. ഈ പെരിന്തൽമണ്ണക്കാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു, പ്രത്യേകിച്ച് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം. കോവിഡിന് ശേഷം അടച്ചുപൂട്ടിയ കൊടികുത്തിമലയിൽ സമ്പൂർണ്ണമായും കാട് മൂടിക്കിടന്ന് ആ റോഡിലേക്ക് പോലും ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത വിധം സമ്പൂർണ്ണമായും ലോക്കായിരുന്ന ഒരു വലിയ പ്രോജക്റ്റിനെ പൂർണ്ണമായും ടേക്ക് ഓഫ് ചെയ്യാനും ആ പ്രൊജക്റ്റ് ഇന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാന്യരായ MLA-മാർ മന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ന്, ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ വന്ന് കൊടികുത്തിമല കാണുമ്പോൾ അവർക്ക് തന്നെ അവിശ്വസനീയമാം വിധം 360 ഡിഗ്രിയിൽ വ്യൂ ഉള്ള കേരളത്തിലെ ആദ്യത്തെ സ്ഥലമെന്ന നിലയിൽ വീണ്ടും അവർ 50 ലക്ഷം രൂപ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഈ കാലയളവിനുള്ളിൽ 2 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. വളരെ വലിയ ട്രാഫിക്കിംഗ് അവിടേക്ക് വന്നു. 100 കണക്കിന് ആളുകൾ ദിവസവും വരുന്ന തരത്തിലേക്ക് നമുക്ക് കൊടികുത്തിമലയെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ അതിനോടനുബന്ധമായി വരികയും ഒരു ഇക്കോണമി സെറ്റാവുകയും ചെയ്യുന്ന സാഹചര്യം. വാണിജ്യ സാംസ്കാരിക ഇടങ്ങളിൽ മണ്ഡലത്തിൽ അരങ്ങേറുന്ന അതിനൂതനവും വിശാലവുമായ വികസന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണയുടെ പ്രാധാന്യം വർത്തമാനകാല കേരള ഭൂപടത്തിൽ കോറിയിടലുകൾ സാധ്യമാക്കി മാറുകയാണ്. മലപ്പുറം ജില്ലയിൽ അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ കമ്പോളവും നഗരവുമാണ് പെരിന്തൽമണ്ണ. മധ്യകേരളത്തിൽ ഏറ്റവുമധികം റോഡുകളുടെ സംഗമ പ്രദേശം കൂടിയായ പെരിന്തൽമണ്ണ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ കൂടി സംഗമഭൂമിയായി മാറിയതും മാറ്റത്തിലേക്ക് നയിക്കപ്പെട്ടതുമായ ചിത്രങ്ങളാണ് നവകേരളം നവമുന്നേറ്റത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു മലയോര ഗ്രാമവും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗവുമായ മങ്കടയുടെ വിശേഷങ്ങളാണ് നവകേരളം നവമുന്നേറ്റത്തിൽ ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ ഈ ഭൂപ്രദേശത്തിൽ ബഹുമുഖ മേഖലകളിൽ സാധ്യമായ വികസന മുന്നേറ്റങ്ങൾ കാണാം. കാർഷിക മുന്നേറ്റങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച നിലവാരം പുലർത്തുന്ന മലപ്പുറം ജില്ലയിലെ കാർഷിക ഗ്രാമമായ മങ്കട. തെങ്ങ്, കമുക്, നെല്ല്, വാഴ എന്നിവയാണ് മങ്കടയിലെ പ്രധാന കാർഷിക വിളകൾ. മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നീ പട്ടണങ്ങൾ ഈ ഗ്രാമത്തിന്റെ അതിർത്തികളാണ്. ഉയർന്ന സാക്ഷരതാ നിരക്ക് അവകാശപ്പെടുന്ന മങ്കടയിൽ സാക്ഷരതാ മിഷൻ നടപ്പാക്കിയ പദ്ധതികൾ വിജയകരമായിരുന്നു.
1957 രൂപീകരിച്ച മങ്കട മണ്ഡലത്തിലെ നിയമസഭാംഗം മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ അങ്ങാടിപ്പുറം, കുട്ടിലങ്ങാടി, കുറുവ, മക്കരപ്പറമ്പ്, മങ്കട, മൂർക്കനാട്, പുഴക്കാട്ടിരി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് മങ്കട. സമഗ്രമായ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന മണ്ഡലത്തിൽ വിദ്യാഭ്യാസ, കാർഷിക, വാണിജ്യ, ആരോഗ്യ രംഗങ്ങൾ മാതൃകാപരമായ പ്രകടനം കാഴ്ചവയ്ക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് മങ്കട അസംബ്ലി മണ്ഡലം. മങ്കട അസംബ്ലി നിയോജകമണ്ഡലത്തിലെ മൂർക്കനാടാണ് 132 കോടി രൂപ ചെലവിൽ പാൽപ്പൊടി ഫാക്ടറി മിൽമ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ദിവസമാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ 6 പഞ്ചായത്തുകൾക്കുള്ള മൂർക്കനാട് കുടിവെള്ള പദ്ധതി 69 കോടി രൂപയുടെ പണി 3/4 ഭാഗം കഴിഞ്ഞ് വെള്ളം ലഭിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അപ്രോച്ച് റോഡ് അവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൂടിയാണ്. ബാക്കി യാത്രാമാർഗങ്ങൾക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശുപത്രി, സർക്കാർ ആയുർവേദ ആശുപത്രി എന്നിവയും മറ്റ് ആരോഗ്യക്ഷേമമുറപ്പിക്കുന്ന സംവിധാനങ്ങളും ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാർഷിക ആവശ്യങ്ങൾ ഉൾപ്പെടെ ജനജീവിതത്തിന് സഹായകമാകുന്ന ജലവിതരണം മണ്ഡലത്തിൽ കാര്യക്ഷമമായി നടന്നുവരികയാണ്. ജലജീവൻ മിഷൻ പദ്ധതികളിലൂടെ നടന്നുവരുന്ന ജലവിതരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാർ ഭൂജല വകുപ്പിന്റെ ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച ഫലം കണ്ടു. പാങ് PHC, അതുപോലെ തന്നെ കൂടലങ്ങാടി PHC ഒക്കെ FSCI ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ സർക്കാർ ഫണ്ടിലുള്ള കെട്ടിടങ്ങൾ അനുവദിച്ച് അവിടെയൊക്കെ നല്ല തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ OP വൈകുന്നേരം 6 മണി വരെ OP ഉണ്ടാകുന്ന ശ്രദ്ധിപ്പുണ്ട്. ഡോക്ടർ സേവനം ലഭിക്കുന്നുണ്ട്. കുടിവെള്ള പദ്ധതികളിലേക്ക് മൂർക്കനാട് പദ്ധതിക്ക് പുറമെ കൂടലങ്ങാടി പഞ്ചായത്തിലെ കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെ ആനപ്പാറ പൊറ്റമ്മൽ തടയണം 6 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി. അതിൻ്റെ ഭാഗമായി കൂടലങ്ങാടി പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ പണികൾ ധാരാളമായിട്ട് ഇപ്പം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പൂപ്പലത്തും തിരുവിക്കാട് പാറയിലും പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി, അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ വരെ വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളിൽ വിജയകരമായ നേട്ടങ്ങൾ കൊയ്യുന്ന മങ്കട മണ്ഡലത്തിലെ ഗവൺമെന്റ് UP സ്കൂൾ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പറമ്പ്, ഗവൺമെന്റ് ഹൈസ്കൂൾ ചേരിയം, ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ കുട്ടിലങ്ങാടി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുള്ളിക്കോട് എന്നീ വിദ്യാലയങ്ങളുടെ മിനുക്കി ഒരുക്കിയ പുതിയ രൂപവും ഭാവവും വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷങ്ങളും മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായ വികസന മുന്നേറ്റങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 7 പഞ്ചായത്തുകളിലായി വലിയ തുകയാണ് മുതൽ മുടക്കിയിട്ടുള്ളത്. 5 കോടി രൂപ മുതൽ മുടക്കിലാണ് മങ്കട മണ്ഡലത്തിലെ മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പാങ് ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപ, മങ്കടപള്ളിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപ, കടുങ്ങപുരം ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപ, മങ്കട ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപ. ഇങ്ങനെ ഹൈസ്കൂളുകൾക്കെല്ലാം തന്നെ, ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്ക് തന്നെ അതിവിപുലമായ പഠന സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. UP സ്കൂളുകൾക്കും LP സ്കൂളുകൾക്കും 1 കോടി രൂപ വീതം. അപ്പോൾ ഇവിടെ പാങ് ഗവൺമെൻറ് UP സ്കൂൾ 1 കോടി രൂപ, കുറുവ GLP സ്കൂൾ 1 കോടി രൂപ, പോത്തുണ്ട് GLP സ്കൂൾ 1 കോടി രൂപ, അതുപോലെ തന്നെ മങ്കടപള്ളിപ്പുറം GUP സ്കൂൾ 1 കോടി രൂപ, കൂട്ടിലങ്ങാടി ഗവൺമെൻറ് UP സ്കൂൾ 1 കോടി രൂപ.
ഇങ്ങനെ തുടങ്ങിയിട്ട് മങ്കട മണ്ഡലത്തിലെ ആവശ്യമുള്ള എല്ലാ ഗവൺമെൻറ് LP UP സ്കൂളുകൾക്കും പണം അനുവദിച്ച് സർക്കാർ ഫണ്ട്, പ്ലാൻ ഫണ്ടായോ കിഫ്ബി ഫണ്ടായോ നടക്കുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഏതാണ്ട് 1,60,00,000 രൂപയുടെ കെട്ടിട നടക്കാനുണ്ട്. മികച്ച റോഡ് ശൃംഖല മങ്കട മണ്ഡലത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ്. പൊതുഗതാഗത സംവിധാനങ്ങൾ മികവുറ്റ രീതിയിൽ സജ്ജമാക്കിയ മണ്ഡലത്തിൽ സംസ്ഥാന പാതയുടെ കടന്നുവരവ് പുത്തൻ ഉണർവ് തന്നെ പകർന്നിരിക്കുന്നു. പഞ്ചായത്ത് റോഡുകൾ ഉൾപ്പെടെ പൊതുജന സാന്നിധ്യം ഉറപ്പിക്കുന്ന മണ്ഡലത്തിലെ പ്രധാന പാതകൾ സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ചതോടെ മണ്ഡലത്തിൽ ജനക്ഷേമ പദ്ധതി നടത്തിപ്പിന് കൂടുതൽ ഫലം കാണുകയുണ്ടായി. മങ്കട മണ്ഡലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ്. 17 കോടി രൂപ മുതൽ മുടക്കിൽ അതിൻ്റെ പണി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മറ്റ് നിരവധി റോഡുകളും ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വികസനമാണ് പിണറായി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മങ്കട മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്നും ഉയർന്ന വരുമാനം നേടുന്ന മലപ്പുറം ജില്ലയിലെ ഈ കാർഷിക ഗ്രാമം സംസ്ഥാന തലത്തിൽ ജനോപകാര പദ്ധതി ആവിഷ്കാരങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. അനുനിമിഷം മാറ്റങ്ങളെ ഉൾക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളുടെ 100 മേനി വിജയം ഉറപ്പിച്ച് മങ്കട നിയമസഭാ മണ്ഡലം മുന്നേറുകയാണ്.